അതിൻ്റെ സമാപന ഘോഷയാത്ര അത് സ്റ്റാച്യുവിൽ നിന്ന് ഈ പഴവങ്ങാടി നല്ല ദൂരം, ആ പ്രദേശത്തേക്ക് ഭയങ്കര ദൂരം, നല്ല ദൂരമാണ്. ഇതറിയാത്ത ആളുകൾ മനസ്സിലാക്കണം. 2 കിലോമീറ്ററാണ് ഇവരുടെ ഈ ജാഥ ഉണ്ടായിരുന്നത്. ഈ ജാഥയിൽ പങ്കെടുക്കുന്ന ആളുകൾ അത് സേവാദളിൻ്റെ ഭടന്മാർ, വളണ്ടിയർമാർ മുതൽ KSUക്കാർ വരെ വേറെ വേറെ ആയിട്ട് അണിനിരക്കുന്നുണ്ട്. ഏതാണ്ട് അത്ര തന്നെ ആളുകൾ കലാപരിപാടികളായിട്ട് ഇതിലുണ്ട്. കാവടിയായിട്ട്, ബാൻഡ് മേളമായിട്ട്, പാണ്ടിമേളമായിട്ട്, പഞ്ചാരി, ഈ ശിങ്കാരി മേളം ഉണ്ട്, നാട്ടിൽ പറയുന്ന വാചകമുണ്ട്, ഒടുവിൽ കവടി കളവായി. അങ്ങനെയായിട്ട് പോകുന്നുണ്ട്. ഒരു പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു ദേശീയ രാഷ്ട്രീയ കക്ഷിയുടെ പ്രചാരണ യാത്ര അവസാനിപ്പിക്കുന്നതിൻ്റെ ഞങ്ങളിതാ വീണ്ടും 20 പിടിച്ചെടുക്കുന്നു ആയിരുന്നല്ലോ പ്രഖ്യാപനം. അത്തരത്തിലുള്ള ഒരു ആവേശം ധ്വനിപ്പിക്കുന്ന ഒരു അനുയായികളുടെ പങ്കാളിത്തവും അതിൽ കണ്ടില്ല. അവരെല്ലാവരും ഏതാണ്ട് വളണ്ടിയർമാർ മാർച്ച് ചെയ്യുകയാണ്, മറ്റുള്ളവരെങ്കിലും ഒരു ശക്തമായ മുദ്രാവാക്യം വിളിയില്ല, ഒരു ആവേശ പ്രകടനമില്ല, ആത്മവിശ്വാസമില്ല. കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ ഞങ്ങൾ ഏറ്റെടുക്കും എന്ന് കാണുന്നവരെ തോന്നിപ്പിക്കുന്ന ഒരു ഭാവാദികളും ഇല്ലാതെ ഇങ്ങനെ പോവുകയാണ്. എന്തൊരു ദയനീയമായ ആ പോക്ക് തന്നെ കണ്ടാൽ തന്നെ അവസാനിക്കുക. അറിയാം ഇതെങ്ങനെ അവസാനിക്കും എന്ന് നമുക്ക് ഏതാണ്ട് ഊഹിക്കാൻ കഴിയും. വളരെ ദയനീയമായിരുന്നു. NBC പറഞ്ഞ ഒരു കാര്യം, ഒരു മുദ്രാവാക്യം എന്തായിരുന്നു ഈ മുദ്രാവാക്യം എന്ന് ആർക്കെങ്കിലും, സമരാഗ്നി എന്താണ് മുദ്രാവാക്യം മുന്നോട്ട് വെച്ചെന്ന് ആർക്കെങ്കിലും പിടുത്തം കിട്ടുന്നുണ്ട്? കേന്ദ്ര സംസ്ഥാന സർക്കാരിനെതിരെ പറയുന്നുണ്ടെങ്കിലും, അതായത് ഞങ്ങൾ ഈ മറ്റേ ഫാഷിസ്റ്റ് ഭരണത്തെ തൂത്തെറിയുക, അല്ലെങ്കിൽ സംസ്ഥാനത്തെ ഈ ഭരണത്തെ തൂത്തെറിയുക എന്നൊക്കെ ഒരു മുദ്രാവാക്യം മുഴക്കാറുണ്ടല്ലോ. അങ്ങനെ ഒരു മുദ്രാവാക്യമില്ല. ആരോടും ചോദിച്ചാൽ അവർക്കും അറിയാൻ കഴിയില്ല എന്തായിരുന്നു സമരാഗ്നിയുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ അറിയാൻ കഴിയില്ല.